UDF ജയിച്ചു, പക്ഷേ അധികാരം ഏറ്റെടുത്തിട്ടില്ല. അത് പെട്ടെന്നൊന്നും നടക്കാൻ സാധ്യതയില്ല. വലിയ ചടങ്ങുകൾ പൂർത്തിയാക്കാനുണ്ട് കോൺഗ്രസിന്. ആദ്യം AICC ഒരു നിരീക്ഷകനെ നിശ്ചയിക്കണം. ഒന്നല്ല, ചിലപ്പോൾ 2 നിരീക്ഷകർ ഉണ്ടാകും. അവർ കേരളത്തിലേക്ക് വരണം, MLA മാരെ കാണണം, കൂട്ടമായി കാണണം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണണം, രഹസ്യമായി കാണണം. ഇങ്ങനെയുള്ള പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം നേതാക്കളുമായി ചർച്ച നടത്തണം. നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിക്കണം. വിളിപ്പിക്കാതെ തന്നെ നേതാക്കൾ ദില്ലിയിലേക്ക് പോകണം, തിരിച്ചു വരണം, പ്രതിഷേധം അറിയിക്കണം. അങ്ങനെയുള്ള ചില നാടകങ്ങൾ, ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കാനുണ്ട്. അത് എന്തായാലും 1 മാസത്തിലേറെ നീണ്ടു നിൽക്കുമെന്ന് നന്നായി അറിയുന്ന ആളാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് ഏപ്രിൽ 4-ാം തീയതി പാലക്കാട് നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. വെറുതെ നടത്തിയ പ്രഖ്യാപനമല്ല. പാലക്കാട് UDF സ്ഥാനാർത്ഥി പിഷാരടിയെയും കൂട്ടി KSRTCയിൽ ബസ്സിൽ കയറി KSRTCയിലെ സ്ത്രീജനങ്ങളോട് സംസാരിക്കുന്നതാണ്. നമുക്ക് കാണാം ആ ദൃശ്യം. എന്താണ് KC വേണുഗോപാൽ പറയുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. സൗജന്യ യാത്രയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യമാണ്. ഇതിന് അറിഞ്ഞോ? എല്ലാം അറിഞ്ഞു. 15-ാം തീയതി മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഫ്രീ ആണ് യാത്ര. അറിഞ്ഞു. സന്തോഷമായോ? കേട്ടായിരുന്നോ? അത് അതാണ് തൃശ്ശൂർക്ക് എത്ര പൈസ സാറിന് കൊടുക്കേണ്ടത്? 364 പേർക്ക്. പറയുന്നത് KC വേണുഗോപാലാണ്. പ്രേക്ഷകർ കണ്ടല്ലോ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടല്ലോ. എന്താണ് പറഞ്ഞത്? അടുത്ത മാസം എന്ന് വെച്ചാൽ ഏപ്രിൽ 4-ാം തീയതിയാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. KC വേണുഗോപാൽ പിഷാരടിയെയും കൂട്ടി KSRTC ബസ്സിൽ കയറി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. 9-ാം തീയതിയാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അടുത്ത മാസം 15-ന് മുമ്പ് എന്ന് വെച്ചാൽ മെയ് മാസം 15-ന് KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിക്കും സ്ത്രീകൾക്ക് എന്ന്. ഇന്ന് മെയ് 5-ആണ്. മെയ് 15-ന് ഇനി 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യണം, മന്ത്രിസഭാ യോഗം ചേരണം, മന്ത്രിമാരെ തീരുമാനിച്ച് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് മെയ് 15-ന് നടക്കില്ല എന്ന് ഉറപ്പാണ്. ഇതൊന്നും അറിയാത്ത ആളല്ല KC വേണുഗോപാൽ. പിന്നെ എന്തുകൊണ്ട് മെയ് 15 എന്ന തീയതി അദ്ദേഹം പറഞ്ഞു? മറ്റൊന്നുമല്ല, ജനങ്ങളെ കബളിപ്പിക്കുക. ഇത് മാത്രമാണ്. ഇത് കോൺഗ്രസിന്റെ പതിവ് രീതിയാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, ഈ വർഷം നടക്കില്ല ഇതൊന്നും എന്ന്. നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് ഇപ്പോഴും കാട്ടിക്കൂട്ടുന്ന കളികൾ. പണി തുടങ്ങി എന്നാണ് PD സതീശൻ പറഞ്ഞത് വോട്ടെടുപ്പിന് മുമ്പ്. അവിടെ പോയി നോക്കൂ എന്ന് മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിച്ചതൊക്കെ നാം കണ്ടതാണ്. അത്രയ്ക്ക് ഉളുപ്പില്ലാതെ ഇങ്ങനെ വല്ലതും വിളിച്ചു പറയും. അത് കോൺഗ്രസിന്റെ രീതിയാണ്. കാരണം എങ്ങനെയെങ്കിലും ജയിച്ചു കിട്ടണം, അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. പിന്നെ പ്രകടന പത്രിക, വാഗ്ദാനങ്ങൾ, അതൊക്കെ ഇലക്ഷന് മുമ്പ് സാധാരണ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും പറയുന്നതല്ലേ, അതൊക്കെ നടപ്പാക്കാനുള്ളതാണോ എന്ന് പറഞ്ഞ നേതാവ് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ പ്രഖ്യാപനവും എപ്പോൾ നടപ്പാകും എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എൻ്റെ ഒരു വിശ്വാസത്തിൽ അടുത്ത കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ല. KSRTC കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. 250 കോടി രൂപയെങ്കിലും പ്രതിമാസം ഈ ഒരൊറ്റ ഇനത്തിൽ നൽകേണ്ടി വരും. മറ്റു കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ വേറെയുണ്ട്. 100 കോടിയോളം രൂപ മാസം തോറും കൊടുക്കുന്നുണ്ട് KSRTCക്ക് സർക്കാർ. ഇതും കൂടി ആകുമ്പോൾ 350 കോടി രൂപയോളം പ്രതിമാസം നൽകേണ്ടി വരും. നടക്കുമോ സർക്കാരിന് ഇതൊക്കെ? അതിന് പണം എവിടെ? ആ ചോദ്യത്തിനുള്ള ഉത്തരവും പറയേണ്ടതുണ്ട് കോൺഗ്രസ് നേതാക്കൾ. ഏതായാലും മെയ് 15 എന്ന തീയതിക്ക് ഈ പ്രഖ്യാപനം നടപ്പാകില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഉറപ്പാണ്.